ഹരേ കൃഷ്ണ. തികച്ചും ധർമ്മബോധം ഉണ്ടായിട്ട് പോലും അതിനു നേരെ വലിയ വിമുഖത പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി എത്ര അധർമ്മിയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ ധൃതരാഷ്ട്രർ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട്, ധർമ്മത്തെക്കുറിച്ച് ബാഹുബലമുണ്ട്, സത്യം എന്താണെന്നും നീതി എന്താണെന്നും ന്യായം എന്താണെന്നും വളരെ കൃത്യമായി തന്നെ അറിയാം. പക്ഷേ ആ ധർമ്മത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വിമുഖത എന്ന് പറയുന്നത് വളരെ വലുതായി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അന്ധത അദ്ദേഹത്തിന്റെ മനസ്സിനെ കൂടെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പുത്രവാത്സല്യം എന്ന വലിയ അന്ധതയാണ് അദ്ദേഹത്തിന് ധർമ്മത്തിന് നേരെ വിമുഖത കാണിക്കാൻ ഒരു വലിയ കാരണമായി തീർന്നത്. ഇനി ഈ കലിയുഗത്തിലുള്ള കുറച്ചു പേരെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ? നമുക്ക് സത്യം എന്താണ്, ധർമ്മം എന്താണ്, നീതി എന്താണ്, ന്യായം എന്താണ് എന്നെല്ലാം അറിയാമായിരിക്കും. അതിനെ കുറിച്ചൊക്കെ വളരെ വലിയ ജ്ഞാനം ഉണ്ടായിരിക്കും. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മുടെ മാത്രമായ സ്വാർത്ഥ ലാഭത്തിനായി, നമ്മുടെ മാത്രം വ്യക്തികളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഈ ധർമ്മത്തെയും നീതിയെയും ന്യായത്തെയും ഒക്കെ നമ്മൾ വളരെ സരളമായി തന്നെ മറന്നു പോവാറുണ്ട്, അല്ലെങ്കിൽ മാറ്റി നിർത്താറുണ്ട്. ഇതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമായി ഇന്ന് നിലനിൽക്കുന്നത്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.